നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി ചെയ്യാൻ സീറോ പോലും നിനക്ക്, ഒന്ന് തുടങ്ങാൻ സീറോ വേണ്ടേ, അതുപോലും നിനക്കില്ല. പക്ഷെ അവിടെയാ ദൈവം പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. നീ ചോദിച്ചതാണോ ദൈവം നിനക്ക് തന്നത്? 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 നീ ഒന്ന് ചോദിച്ചപ്പോ ദൈവം നിനക്ക് രണ്ടാണോ തന്നത്? വാരി കോരി നിനക്ക് ദൈവം തന്നില്ലേ? ഒന്ന് കുറിച്ച് വെച്ച് നോക്ക്. ആമേൻ. 5 അപ്പം 2 മീൻ കയ്യിൽ കൊടുത്തപ്പോൾ എത്ര തിരിച്ചു തന്നത്? 10 മീനാണോ തിരിച്ചു തന്നത്? 15,000 ജനത്തിനെ ഭക്ഷിപ്പിച്ച് തീറ്റി ആമേ തൃപ്തിയാകുവോളം കൊടുത്തിട്ട് 12 കോട്ടം മാറ്റിയെടുക്കത്തക്ക വിധത്തിൽ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം നിങ്ങളുടെ തലമുറയിലും അങ്ങനെ തന്നെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങനെ തന്നെ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യും. ഈ നാം എന്ന പദത്തിനകത്തൊന്ന് കേറിയാലുണ്ടല്ലോ, പച്ചവെള്ളം വീഞ്ഞായി മാറും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പിടിച്ചു നിന്റെ വീട്ടിനോട്ട് മഹത്വം വരുത്തും. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ ആ ദൈവ പ്രവൃത്തിയുടെ മഹത്വം ചലിക്കപ്പെടും. വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. വേഗത്തിൽ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തു യേശുവിലും സഭയിലും ഇന്നും എന്നും എപ്പോഴും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ധന്യനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന 1-2 പദപ്രയോഗങ്ങളാണ്. ഒന്ന്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ഒന്ന്, നാം എന്ന പദം. 2, ചോദിക്കുന്നതിലും എന്നൊരു ലിം പ്രയോഗം. 3, നനയ്ക്കുന്നതിലും എന്ന ഒരു പ്രയോഗം അവിടെ കാണുന്നു. ഒന്ന്, നാം എന്ന പ്രയോഗം. 2, ചോദിക്കുന്നതിലും. 2, നനയ്ക്കുന്നതിലും ആത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തുയേശുവിലും സഭയിലും ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. പൗലോസ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ പറയുന്നത് നാം എന്നൊരു പദം കൊടുത്തിരിക്കുന്നു. നാം എന്നൊരു പദം കൊടുത്തിരിക്കുകയാണ്. എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്ന നാം എന്ന് പറയുന്നത്? നാം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാവരും കുറിച്ചല്ല. എല്ലാവരും ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചോദിക്കുന്നത് പോലെ ദൈവം കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്നവനാണ് എന്നാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം. മഴ പെയ്യുമ്പോൾ ദുഷ്ടനം കൊടുക്കുന്നു, നീതിമാനം കൊടുക്കുന്നു. ആമേൻ. ആഹാരം എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു, മീൻ എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു, മഴ എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു, സൂര്യൻ ദുഷ്ടനം കൊടുക്കുന്നു, നീതിമാനം കൊടുക്കുന്നു. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരാണ് നാം എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ നാം എന്ന് പറയുന്നത്? അതിനെയാണ് സഭ എന്ന് പറയുന്നത്. എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അഥവാ ആമേൻ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച്, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആ സഭ എന്ന ചർച്ച് എന്ന് പറയാതെ പൗലോസ് കൊടുത്തിരിക്കുന്ന പദം നാം എന്നവിടെ പറയുകയാണ്.
അപ്പൊ ഈ നാം എന്ന് പറയുന്ന ഈ ഈ ഈ ഈ മണ്ഡലത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ, ആ കൂട്ടത്തിനകത്ത് എത്തിച്ചേരണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കേണ്ടി വരുന്നുണ്ട്. ഒന്ന്, റോമാലേഖനം അതിന്റെ 10-ാം അധ്യായം 9-ാം വാക്യം, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിച്ച് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. അഥവാ യേശുവിനെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിക്കുക. രണ്ടാമതായി റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുക, അവന് 3 മർമ്മങ്ങൾ. ഒന്ന്, മരണത്തിന്റെ പങ്കാളി, യേശുവിന്റെ അടക്കത്തിന്റെ പങ്കാളി, യേശുവിന്റെ ഉയർപ്പിന്റെ പങ്കാളിയാകുന്ന ജലക്കല്ലറയിലൂടെ ആമേ സ്നാനപ്പെട്ട് പുറത്തു വരുന്ന ദിവ്യാനുഭവം. രണ്ടാമത്തെ മണ്ഡലം, നാം എന്ന് പറയുന്ന രണ്ടാമത്തെ മണ്ഡലത്തിലോട്ട് കയറുന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗമാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി. അതാണ് പൗലോസ് നാം എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ മറ്റൊരു പദമാണ് ചർച്ച്, മറ്റൊരു പദമാണ് സ്വന്തം ജനം. സ്വന്തം ജനം, സ്വന്തം ജനം, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി തന്റെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് മുഴുകൽ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകന്റെ മുദ്ര അവകാശത്തിനായി പ്രാപിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങുന്ന നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ. കരങ്ങളെ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓ റമശിയാംധൽഖമാന, 1-2 പദങ്ങൾ ഞാൻ അങ്ങ് പറഞ്ഞോട്ടെ. നീ ആരാധിക്കുന്നത് ജീവനുള്ളവനെയാണ്, നീ ആരാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനെയാണ്, നീ ആരാധിക്കുന്നത് കല്ലറയിൽ മരിച്ചു കിടക്കുന്നവനല്ല, കല്ലറയിൽ മരിച്ചു പുഴുവെടുത്തിട്ട് കുറെ ആസ്തികളുമായി കിടക്കുന്നവനെയല്ല, നീ ആരാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനെയാണ്. ആഴിയും മൂഴിയും അണ്ടക്കട്ടാഹങ്ങളെയും ഉണ്ടാക്കിയ ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ആഴിയും മൂഴിയും അണ്ടക്കട്ടാഹങ്ങളെയും ഉണ്ടാക്കിയ ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും, അവൻ നിനക്ക് വേണ്ടി വിടുതലുകളെ ചെയ്യാൻ കഴിയും. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തുവാണ്? അതിൻ്റെ ഒരു ഭാഗമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭാഗമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം പ്രസംഗിച്ചുകൂടെ? പാസ്റ്റർ സുഖിപ്പിച്ച് പ്രസംഗിക്കുകയാണല്ലോ. എപ്പോഴും കോടാലി നിന്റെ നേരെ വരുന്നു, നിന്നെ പാമ്പ് കടിക്കുന്നു, നിന്റെ തലയിൽ നാളെ വീഴുന്ന ഇടി നിന്റെ മണ്ടയ്ക്ക് വീഴട്ടെ, അതാണോ പ്രസംഗിക്കേണ്ടത്? അതിനാണോ ദൈവം നമ്മെ വിളിച്ചത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ചിട്ട് എണ്ണി 7 അനുഗ്രഹത്തിന്റെ കലവറയിലേക്ക് അബ്രഹാമിനെ കയറ്റി വിടുന്നു. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ. നീ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിന്റെ കാരണക്കാരൻ താങ്കളല്ല, ക്രിസ്തുവാണ് അതിന്റെ കാരണം. ഇന്ന് പകൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എൻ്റെ പപ്പയും അമ്മയ്ക്കും ഒരു ഭാഗത്തിന് ഒരുപക്ഷെ ഒരു അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ സകല അനുഗ്രഹത്തിന്റെ പിന്നിൽ എൻ്റെ യേശുവാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കഴിവോ നമ്മുടെ പണമോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ ബുദ്ധിയോ കൊണ്ടല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്, ക്രിസ്തുവിലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അവൻ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒരു ബ്ലെസ്സിങ് വീണേ പറ്റത്തുള്ളൂ. അതിനെ അയക്കാൻ കഴിയും ഒരു ദൈവത്തിന്റെ അനന്തമായ സാന്നിധ്യം, ഒരു ഭയങ്കര അഭിഷേകത്തിന്റെ കൃപ ഇന്ന് പകൽ ഇതിനകത്ത് നീ വിശ്വസിക്കേ. ഈ ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ ശപിക്കപ്പെടാനല്ല നിന്നെ ദൈവം വിളിച്ചത്. എന്നും ഒരു കൊച്ചു കൂടക്കകത്ത് കിടക്കാനല്ല, എന്നും കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കാനല്ല, എന്നും ചീറ്റിട്ടൊരു വീട്ടിനകത്ത് കിടക്കാനല്ല, എന്നും ബന്ധിക്കപ്പെട്ട് കിടക്കാനല്ല, എന്നും ഒരു ഷർട്ടിട്ട് ഒരു പാൻറ്റിട്ട് ഒരു സാരിയും എടുത്ത് ഒരു ചുരിദാറും ഇട്ട് മടക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. വീട്ടിൽ വന്നാൽ ഇരിക്കാൻ കസേര പോലുമില്ല, അതുപോലെ ജീവിക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നിന്നെ വിളിച്ചത് ശപിക്കപ്പെടാനല്ല വിളിച്ചത്, നിന്നെ വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാനാ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന്
ഹല്ലേലൂയ. അങ്ങനെ നാം എന്ന പദത്തിനകത്ത്, സഭയ്ക്കകത്ത് നമ്മൾ വന്നു കഴിഞ്ഞു. നമുക്കിനി ഒരു നാഥനുണ്ട്, അത് യേശുവാണ്. അപ്പോൾ നമ്മൾ സഭയ്ക്കകത്ത് വന്നു, നാം എന്ന് പറയുന്ന കൂട്ടത്തിനകത്ത് വന്നു. ഇവിടെ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. അയാളുടെ പേരാണ് യേശു എന്ന് പറയുന്നത്. ആ യേശു ഇനി നമുക്ക് ആശ്രയിക്കാൻ വേറൊരു വഴി നമുക്കില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട്, യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് പോലും സംവരണങ്ങളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഗവൺമെന്റ് ജോലികൾക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകൾക്ക് വേണ്ട വിധത്തിൽ അതിനകത്ത് സംവരണം പോലും ലഭിക്കാത്ത വിധത്തിൽ തകർന്നു ഉടഞ്ഞു കിടക്കുമ്പോൾ എല്ലാം ചവിട്ടുകുറ്റി, സംവരണവും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങളെ വിളിച്ചവൻ ഈ നാം എന്ന കൂട്ടത്തിനകത്ത് കയറിയാൽ ഞങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ സകല സംവരണങ്ങളെയും കാലുകൊണ്ട് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, കൈകൊണ്ട് മാറ്റിവെച്ചിട്ട് നമ്മളെ ദൈവത്തിൽ ആശ്രയിച്ച് ഇറങ്ങി തിരിച്ചവന്റെ പിന്നിലെ രഹസ്യം എന്താ? ദൈവത്തിന്റെ ബൈബിള് നമുക്കറിയാം. നമ്മുടെ പിള്ളേര് പട്ടിണി കിടക്കത്തില്ല, നമ്മുടെ പിള്ളേര് തകരത്തില്ല, നമ്മുടെ പിള്ളേര് ഒരിക്കലും ദരിദ്രരായി തീരത്തില്ല. അവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ നാം എന്ന പദത്തിനകത്ത്, ഈ എക്ലീശയ്ക്കകത്ത്, ഈ സഭയ്ക്കകത്ത്, ഈ സഭ എന്ന ശരീരത്തിനകത്ത് കയറിയ ഒരുവരും ഇതുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ ചോദിക്കും, പാസ്റ്റർ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലല്ലോ. നീ ഈ നാം എന്ന് പറയുന്ന സഭയ്ക്കകത്ത് കയറിയിട്ടില്ല. പള്ളിക്കകത്ത് കയറി, പക്ഷെ സഭയ്ക്കകത്ത് കയറിയില്ല. സഭയ്ക്കകത്ത് കയറണം. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് നീ കയറണം. അതിൽ രക്ഷിക്കപ്പെടണം. ഞാൻ സ്നാനപ്പെട്ടില്ലല്ലോ. മുങ്ങി, തളിപ്പീര് സ്നാനമല്ല, മുങ്ങി സ്നാനപ്പെടണം. മുങ്ങി സ്നാനപ്പെട്ടാലേ ക്രിസ്തുവിനെ ധരിക്കത്തുള്ളൂ. അത് ചെയ്തില്ല, അങ്ങനെയെങ്കിൽ താങ്കൾ ഈ നാം എന്ന പദത്തിനകത്തോട്ട് കയറിയിട്ടില്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ല, ഒരിക്കലും ഇതിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കയറി ഇതിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം എങ്കിൽ നാം എന്ന് പറയുന്ന സഭയുടെ ശരീരത്തിൻ്റെ അംഗമായി മാറണം. അതിന് രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം നിർബന്ധമായി പ്രാപിക്കണം. അത് നമ്മുടെ കയ്യിൽ വന്ന, ഞാൻ പറഞ്ഞില്ലേ 12,000 എണ്ണിക്കൊണ്ടു പോകുന്നു. ആദ്യം ഞങ്ങൾ എടുത്തത് വലിയ ലൈറ്റ്, അത് നോക്കിയപ്പോൾ എല്ലാം കൂടെ 35 കഴിയുന്നു. റിങ്കു എൻ്റെ മുഖത്തോട്ട് നോക്കി, ഞാനും നോക്കി. റിങ്കു എന്നാ ചെയ്യാൻ? അവസാനം ഇതാണ് ഇത് ഏറ്റവും വില കൂടിയതാണ്. ഇതിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ ഇതിലോട്ട് മാറിയത്. കാരണം ഇത് മേടിക്കാൻ ഞങ്ങൾക്ക് പൈസ ഇതിലോട്ട് വന്നിട്ട് വീണ്ടും വന്നപ്പോൾ 28,000 രൂപ. അപ്പോഴും 12 തന്നെ നിൽക്കുക കയ്യിൽ പൈസ. പക്ഷേ ആമേൻ, നാം എന്ന പദത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ കലത്തിലെ മാവ് പൊങ്ങും, നമ്മളറിയാതെ ഭരണിയിലെ എണ്ണ കയറും. നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാൻ കൂട്ടി വന്നപ്പോൾ 98,000 രൂപയായി. 98,000 രൂപ ഇന്നലത്തെ പണി ഉൾപ്പെടെ 98,000 രൂപയായി. ഇത് എങ്ങനെ വന്നെന്നറിയത്തില്ല. ദൈവം അതാ പറഞ്ഞു വന്നത്, നാം എന്ന പദത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നീ വാലല്ല, നീ തല തന്നെയാകും. നീ നശിക്കത്തില്ല, നീ രക്ഷിക്കത്തില്ല. നിനക്ക് വേണ്ടി നിങ്ങൾ കുറിച്ചു വെച്ച ഒരു 5 വർഷം കൂടെ കഴിയട്ടെ, ഈ ചർച്ചിൻ്റെ അന്തരീക്ഷം അങ്ങ് മാറും. 5 വർഷമൊന്നും വേണ്ട, നിങ്ങൾ കുറിച്ചു വെച്ചോ. ഓ ഹല്ലേലൂയ. ഇന്നത്തെ ഷീറ്റുകളൊന്നും നിങ്ങൾ കാണത്തില്ല. ഇതിൻ്റെ അന്തരീക്ഷം കംപ്ലീറ്റ് മാറും. ദൈവത്തിൻ്റെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം അങ്ങനെ തന്നെ, നിങ്ങളുടെ തലമുറയിലും അങ്ങനെ തന്നെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങനെ തന്നെ. ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യും. ഈ നാം എന്ന പദത്തിനകത്തൊന്ന് കയറിയാലുണ്ടല്ലോ, പച്ചവെള്ളം വീഞ്ഞായി മാറും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചതിന്റെ വീട്ടിനോട്ട് അകത്തു വരുത്തും. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ ആ ദൈവപ്രവൃത്തിയുടെ മഹത്വം ചലിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നശിക്കത്തില്ല. ഇവനകത്ത് കയറിയാൽ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നിന്റെ തലമുറ നശിക്കത്തില്ല. നിന്റെ തലമുറ വെള്ളവും അടിച്ച്, കള്ളും കുടിച്ച്, പാപവും ചെയ്ത്, കഞ്ചാവും അടിച്ച്, ബ്രൗൺ ഷുഗറും വലിച്ച് പട്ടണത്തിലൂടെ നടക്കത്തില്ല. നിന്റെ തലമുറ ഉയർച്ച പ്രാപിക്കും. കാരണം ഇതിനകത്തൊരുവൻ കയറിയാൽ അവൻ ശോഭിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാം. സഭയുടെ മേൽ വാങ്ങി ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇവനകത്ത് ചലിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരങ്ങളെ ചേർത്തടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യും.
ഇവനകത്ത് കയറിയാലുള്ള രണ്ട് പ്രത്യേകത. എന്നാ സംഭവിക്കുമെന്നറിയാമോ? ചോദിക്കുന്നതിലും. ഒരു കടയിൽ ചെന്ന് 2 കിലോ പഞ്ചസാര ചോദിച്ചാൽ 3 കിലോ തരുമോ? അങ്ങനെയുള്ളെങ്കിൽ ഏതെങ്കിലും കടയുണ്ടെങ്കിൽ പറയണം, ഇന്ന് ചാക്കുകളുമായിട്ട് നമുക്ക് പോകാം. അവിടെ ജേസസ് ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? അവിടെ ഏത്തങ്കായുണ്ട്, അവിടെ മുട്ടയുണ്ട്, പിന്നെ എന്തുകൊണ്ടാ അവിടെ എന്തുണ്ട്? അവിടെ എല്ലാം ഉണ്ട്. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. വല്ലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഏത്തങ്കായോ മുട്ടയോ പാലോ തൈരോ കോഴിയോ മട്ടനോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതി. നന്ദിയോടെ സ്തോത്രം. അവിടെ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ ഈ പയ്യൻ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും. നന്ദിയോടെ ദൈവത്തിൽ 2 കിലോ ഏത്തങ്ക ചോദിച്ചാൽ 3 കിലോ തരോ ജയസിസ്റ്ററെ? തരത്തില്ല. അത് ജയസിസ്റ്ററുടെ കഠിന ഹൃദയം കൊണ്ടൊന്നുമല്ല, അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. 2 ചോദിച്ചാൽ 2 തരത്തുള്ളൂ. അത് അവരെ ബിസിനസ്സുകാരുടെ കുഴപ്പമല്ല, അതങ്ങനെയാണ്. പക്ഷെ 2 ചോദിച്ചാൽ 2 തരുന്നവനല്ല ദൈവം. മനസ്സിലായില്ല? ഓ ജീസസ്. ഒരു ഉടുപ്പ്, ഒരു വെള്ള ഉടുപ്പ് ചോദിച്ചു, ഇഷ്ടം പോലെ ദൈവം തന്നു. ഒരു പാൻറ് ചോദിച്ചു, ഇഷ്ടം പോലെ തന്നു. ചോദിച്ചതൊന്ന്, തന്നത് 2 ലക്ഷം ചോദിച്ചാൽ 2 കോടി. 2 കോടി ചോദിച്ചാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നീ വന്നതെങ്ങനെ, നീ നിൽക്കുന്നതെങ്ങനെ? നീ ഉടുത്തോണ്ട് വന്ന സാരിയാണോ ഇപ്പം നീ ഉടുത്തോണ്ടിരിക്കുന്നത്? എന്താ മാറ്റമാ ദൈവം തന്നത് ജീവിതത്തിൽ? നീ നോക്ക്. ശോഭിക്കുന്നവരും നീ ശോഭിച്ചതാണോ ദൈവം നിനക്ക് തന്നത്? നീ ചോദിച്ചതാണോ 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 ദൈവം നിനക്ക് തന്നത്? നീ 1 ചോദിച്ചപ്പോ ദൈവം നിനക്ക് 2 തന്നത്? വാരി കോരി നിനക്ക് ദൈവം തന്നില്ലേ? ഒന്ന് കുറിച്ച് വെച്ച് നോക്ക്. ആമേൻ. 5 അപ്പം 2 മീൻ കയ്യിൽ കൊടുത്തപ്പോൾ എത്ര തിരിച്ചു തന്നത്? 10 മീനാണോ തിരിച്ചു തന്നത്? 15,000 ജനത്തിനെ ഭക്ഷിപ്പിച്ച് തീറ്റി തൃപ്തിയാകുവോളം കൊടുത്തിട്ട് 12 കോട്ടം മാറ്റിയെടുക്കത്തക്ക വിധത്തിൽ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം. ദൈവത്തിന്റെ മുന്നിൽ നീ തെണ്ടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മുന്നിൽ നീ ഭിക്ഷയാചിക്കേണ്ട കാര്യമില്ല. ഈ നാം എന്ന പ്രയോഗത്തിനകത്ത് നീ കയറിയാൽ, ഈ സഭയ്ക്കകത്ത് നീ കയറിയാൽ, നീ ചോദിക്കുന്നതിലും ഓ Budama Shaidama Ramthana Vaidama Ramthana Jagasi Vaida Bathudabi Shaida Ragadana Vaida Bathudabi Baragada Hatta Charabi. കഴിഞ്ഞ ആഴ്ച ദൈവം ബിജിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, അല്ലേ? ബിജിനോട് ചോദിച്ചു നോക്ക്. ചോദിച്ചതാണോ ബിജിന് തന്നത്? ആണോ? ഞാൻ അവരെല്ലാം പൊത്തത്തിൽ പറയാൻ നിൽക്കുന്നില്ല. ബിജിൻ ചോദിച്ചതല്ല ദൈവം കൊടുത്തത്. ബിജിന് പോലെ കണ്ടിട്ടില്ലാത്ത, ബിജിൻ പോലും കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത വഴികളെ ദൈവം തുറന്നു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന വിടുതല പറയുന്നത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവസന്നിധിയിൽ നീ വിശ്വസ്തനായി നിന്നാൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നീ ഉഴപ്പിയാൽ ദൈവം ഉഴപ്പും. നീ ആരാധന ഉഴപ്പിയാൽ ദൈവം നിന്റെ വിഷയത്തിൽ ഉഴപ്പും. നീ പ്രാർത്ഥനാ വിഷയത്തിൽ ഉഴപ്പിയാൽ ദൈവം ഉഴപ്പും. ഇതിനകത്ത് കയറി പരമാർത്ഥ ഹൃദയത്തോടെ നീ യേശുവിനെ ആരാധിച്ചു നോക്ക്. പച്ച വെള്ളം വീഞ്ഞായിരിക്കും. ഉറപ്പാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവകൃപയുടെ ആഴമേറിയ സാന്നിധ്യത്തിനെ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്നവരെ ഓർത്ത് കൽവറിയുടെ രക്തത്താൽ വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചോദിക്കുന്നത് മാത്രം തരുന്നവനല്ല, ചോദിക്കുന്നവനേക്കാൾ ഉപരിയായി തരുന്നവനാണ് യേശു. അതിന്റെ കാരണം എന്താണ്? അവന്റെ പക്കൽ ധനമുണ്ട്, അവന്റെ പക്കൽ മാനമുണ്ട്. ധനവും മാനവും പുരാതന സമ്പത്തും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 25:22. കുഞ്ഞുങ്ങളില്ലാത്തവർ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. റജി 1 കുഞ്ഞിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചേ? കര ഉയർത്തി പിടിച്ചേ. 2 കുഞ്ഞിനെ കൊടുത്തു.
മക്കളില്ലാത്തവർ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പൊന്ന് കർത്താവേ, എൻ്റെ നിന്ദം മാറാൻ ഒരു കുഞ്ഞെങ്കിലും. നോക്കൂ, ഇസഹാക്ക് പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടി, ദൈവം കൊടുത്തത് 2 കുഞ്ഞ്. അവിടുത്തെ ഒരു പദം ബൈബിളിലുണ്ട്, തിക്നെസ്. എന്നൊരു പദം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ബൈബിൾ നോക്കിക്ക്, അത് ഇംഗ്ലീഷ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവന് ഒരുപാട് മർമ്മങ്ങൾ അനുഭവം ഉണ്ടായിരിക്കും. അവിടെ വായിക്കുന്നത് തിക്നെസ്. അവിടെ വായിക്കുന്നു ശിശുക്കൾ തമ്മിൽ തിക്കി. ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ ചോദിച്ചത് 1, ദൈവം ഗർഭത്തിൽ 2 തിക്നെസ് എന്ന് പറഞ്ഞാൽ 2 ഒരുമിച്ച് കിടക്കാൻ പറ്റാത്ത ഗർഭപാത്രത്തിനകത്ത്, 1 പോലും കിടക്കാൻ പറ്റാത്ത ഗർഭപാത്രത്തിനകത്ത് 2 അതിനകത്ത് തമ്പുരാൻ ഇരുത്തി നിറച്ച് നീ കുറിച്ചു വെച്ചോ ഒരു തിക്നെസ്. ചില വീട്ടിൽ ചെന്നാൽ ഒരു കസേര പോലുമില്ല, നീ കുറിച്ചു വെച്ചോ. നിനക്ക് സെറ്റ് ഇടാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ നിന്റെ വീട്ടിനകത്ത് ഫർണിച്ചർ കൊണ്ടവൻ നിറയ്ക്കും. ഓ വൈഡബഷ്, ഇന്ന് സാരികൾ കുറച്ചേ ഉള്ളൂ അല്ലേ? നീ കുറിച്ചു വെച്ചോ ഈ ദൂത് നിന്റെ അലമാരയ്ക്കകത്ത് അടുക്കി വെച്ചിട്ട് ഇനിയും ഒന്നും കൂടെ മേടിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറയത്തക്ക വിധത്തിൽ സ്വർഗ്ഗത്തിനെ ഉയർത്തും. ഓ ഹല്ലേലൂയ. പൈസയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ, നീ ചോദിക്കുന്നതല്ല അവൻ നിനക്ക് തരുന്നത്, അതിൻ്റെ അപ്പുറം നിനക്ക് തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആ ദൃശ്യമായ സാന്നിധ്യം ഇന്ന് പകലിതിനകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ ഓർത്ത്. കാരണം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ചോദിക്കുന്നതല്ല ദൈവം തരുന്നത്, ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി. ഓ ചുടരബാശ് നീ വിശ്വസിക്ക്, നമ്മുടെ ചർച്ചിനകത്ത് മിറക്കിൾ, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ അതിനകത്ത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വിടുതലിവനകത്ത് ചലിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമതായി ഇവിടെ വായിക്കുന്നത് നനയ്ക്കുന്നതിലും. എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് ഞങ്ങൾ ആ വീട് വയ്ക്കാൻ വേണ്ടി വാർക്കണമെന്നാണ് വലിയ ആഗ്രഹം. പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് മേശരി പറഞ്ഞു ഷീറ്റ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷീറ്റിന് വേണ്ടി ഞങ്ങൾ വാർക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ അതിന് രീതിയിലൊക്കെ പണിതെടുത്തത്. പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. വിളപ്പിശാലയിലേക്ക് മേശരിയുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പൈസ വന്നാൽ, കർത്താവ് തന്നാൽ വാർക്കാം, അതനുസരിച്ച് കെട്ടി. പക്ഷെ നിലവുകളെല്ലാം നനച്ചത് വാർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഷീറ്റ് എടുക്കാൻ വേണ്ടി പോകാം. അങ്ങനെ വിളപ്പിശാലെ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നത് കമ്പിയും അതിൻ്റെ വാർക്കാൻ വേണ്ടിയുള്ള ക്രമീകരണത്തോടു കൂടെയാണ് തിരിച്ചു വന്നത്. മനസ്സ് നിറയെ നനച്ചത് ഷീറ്റാണ് നനച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മേസ്ത്രി പറഞ്ഞ് ഇത്രയും പൈസ കൊടുക്കാമെങ്കിൽ ഒരു 15 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റേ നമുക്ക് ഓട് വെച്ച് ചരിച്ചു വാർക്കാം. അങ്ങനെ നനച്ചോണ്ട് പോയത് ഷീറ്റ്, നനച്ചതിനേക്കാളുപരിയായി ആ വീട് വാർക്കാൻ ദൈവം സഹായിച്ചു. നനച്ചതൊന്ന്, നടന്നതും മറ്റൊന്ന്. നമ്മുടെ പിള്ളേരെ കുറിച്ച് ഒരുപാട് നിലവുകൾ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ നിലവല്ല ദൈവത്തിൻ്റെ നിലവ്. 1 ശോഭന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ ആലയത്തിന് കൊടുത്തുകൊള്ളാം. ഒരു ശുശ്രൂഷകനായിട്ടല്ല, അവിടുത്തെ കപ്പിയാര് പണിക്ക്, അവിടുത്തെ നിലവിളക്കിൻ്റെ കരിന്തിരിയൊക്കെ ഒന്ന് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആ വിളക്കിൻ്റെ തിരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി, ആലയം ഒന്ന് കച്ചടൊക്കെ മാറ്റി ഒന്ന് ശുദ്ധീകരിച്ച് അവിടുത്തെ ഏലിപ്പുരോഗുവിൻ്റെ കൂടെ നിന്ന് ഒരു സഹശുശ്രൂഷകനായി നിൽക്കുവാനാണ് ഹന്ന നനച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ നിലവായിരുന്നില്ല ശമൂവേൽ നടന്നത്. അവസാനത്തെ ന്യായാധിപനായി ദൈവം അവനെ ഉയർത്തി. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവനായി ദൈവം അവനെ ഉയർത്തി. തീർന്നില്ല, ദാൻ മുതൽ ബ്രേശേബ വരെ വിശ്വസ്തനാക്കി ദൈവം ഉയർത്തി. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് വലിയ പ്ലാനും പദ്ധതികളുമുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ നീ ഓർത്തോളണം, നിന്റെ നിലവല്ല ദൈവത്തിൻ്റെ നിലവ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മിൽ വ്യാപരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ സ്പിരിറ്റിനാൽ, നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ, അതിന് ഡുനാമിക് പവർ എന്നാണ് പറയുന്നത്, അനന്തമായ ശക്തി. ഇല്ലാത്തവനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ട്.
യെസ്, ഇന്ന് ഈ മിറക്കിൾ ഈ ആലയത്തിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. നീ വിശ്വസിച്ചോ? ഈ നവംബർ മാസം നീ നിനക്കുന്നവനെക്കാളുപരി, നീ ചിന്തിക്കുന്നവനെക്കാളുപരി, നീ ചോദിക്കുന്നവനും നീ നിനക്കുന്നവനും അത്യന്തപരമായി ചെയ്യുവാൻ കരങ്ങളെ ഉയർത്തി അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ മെസ്സേജ് പെട്ടെന്ന് നിർത്താൻ പോകും. ഇതെങ്ങനെ സംഭവിക്കുന്നത്? നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. അതിനെക്കുറിച്ചൊരു സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ് എന്നാണ്. അനന്തമായ ശക്തി. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിന്റെ ഒരു വെളിപ്പാട് ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് അത് പറയാൻ കഴിയും? എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? എത്ര പേര് കണ്ണുകളെ അടച്ചൊന്ന് ആ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കണം? കാരണം ഒന്നൊന്ന് തുടങ്ങാൻ നിന്റെ ജീവിതത്തിൽ സീറോ പോലുമില്ല. സീറോ വേണ്ടേ? സീറോയെങ്കിലും വേണ്ടേ ഒന്ന് തുടങ്ങാൻ? അതുപോലെ നിന്റെ ജീവിതത്തിലില്ല. അവിടെയാ ദൈവം പറയുന്നത്, നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആദ്യന്തപരമായി ചെയ്യാൻ, നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ആദ്യന്തപരമായി ചെയ്യാൻ. സീറോ പോലും നിനക്ക് ഒന്ന് തുടങ്ങാൻ സീറോ വേണ്ടേ? അതുപോലും നിനക്കില്ല. പക്ഷെ അവിടെയാ ദൈവം പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും ഞാൻ ആത്മമണ്ഡലത്തിന്റെ വെളിപ്പാട് പറയാം. യെസ്, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ സഭ കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. നീ ചിന്തിക്കാത്ത പണം നിന്റെ ബാങ്കിൽ വരും. നീ ചിന്തിക്കാത്ത പണം നിന്റെ ബാങ്കിൽ വരും. നീ ചിന്തിക്കാത്ത പണം നിന്റെ ബാങ്കിനകത്ത് വരും. നിന്റെ വീട് ടെറസാകാൻ പോകുന്നു. നിന്റെ വീടിന്റെ ഷീറ്റ് മാറാൻ പോകുന്നു. നിന്റെ വീടിന്റെ ഓട് മാറാൻ പോകുന്നു. നിന്റെ കിടക്കയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന നിന്റെ വീട് ടൈൽസ് ഇടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആ കുടുംബത്തിന്റെ കെട്ടുകൾ, പോരുകൾ, വെല്ലുവിളികൾ, ശാപങ്ങൾ, അതിന്റെ കെട്ടുകൾ ആത്മമണ്ഡലത്തിൽ പോട്ടെ. ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ